ഇന്നത്തെ നമ്മുടെ കേക്ക് 2 kg വെയിറ്റ് വരുന്ന 2 ടയർ പഞ്ചോ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കിയത് 2 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലും 2 5 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലും ആയിട്ടാണ് കേട്ടോ. ഓരോ ടയറിലും ഞാൻ 4 ലെയർ വെച്ചാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ടയർ കേക്കിന് വേണ്ടിയിട്ട് ഡ്രം ബൈസ് വാങ്ങിക്കാറില്ല കേട്ടോ. അതിന് പകരം നമ്മുടെ സാധാ കേക്ക് ബേസ് 2 ചേർത്ത് ഡബിൾ ടേപ്പ് ചെയ്താണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതേ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ അടിയിലത്തെ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ടുണ്ട്. മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ചേർത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷുഗർ സിറപ്പ് കൊടുക്കുന്നുണ്ട്. ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ക്രീമിനകത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചേർത്തിട്ടുള്ള ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് തന്നെ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലെയർ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധാ ഷുഗർ സിറപ്പാണ് കേട്ടോ. 2 ലെയറിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അവസാനത്തെ ലെയർ കൊടുത്തപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടുതലായിട്ടും ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അവസാനത്തെ ലെയറിലും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിലത്തെ ടയറിന് വേണ്ടിയിട്ട് കേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിയിലത്തെ ടയറിന് വേണ്ടി ചെയ്തത് ഫസ്റ്റ് തുടങ്ങിയ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നേരെ തിരിച്ച് കൊടുക്കാമെന്ന് വെച്ചു. ആദ്യം വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് വെച്ചു, അതിനുശേഷം കേട്ടോ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വെച്ചത്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇതേ അങ്ങനെ കൊടുത്ത് ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്യാനുള്ള ക്രീമിലേക്ക് ഒരു ലിറ്റിൽ ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്താണ് കേട്ടോ ഞാൻ ഈ കളർ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ 2 കേക്കും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ടയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അടിയിലത്തെ കേക്കിന് ഇതുപോലെ സ്റ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് സ്ക്യൂസ് കൊടുക്കുന്നുണ്ട്. അല്ല കേക്ക് ഇടിഞ്ഞ് താരം കേട്ടോ. എന്നിട്ട് പതുക്കെ ഞാൻ ഇതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കേക്കുകളും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് സെൻറ്ററിൽ ഞാനൊരു സ്ക്യൂർ കറക്റ്റ് അളവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കൺസ്ട്രക്ഷൻ തീമിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് JCB ഒക്കെ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ടോയ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ടോയ്സിൻ്റെ സെറ്റായിട്ടുണ്ട് 230 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. പിന്നെ കുറച്ച് കൺസ്ട്രക്ഷൻസിൻ്റെ കുറച്ച് ഫോണ്ടൻ്റ് ഐറ്റംസ് കൂടെ ഒക്കെ ചെയ്ത് വെച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഞാൻ കുറച്ച് നാൾ മുന്നേ ഇതിൻ്റെ തന്നെ 3 ടയർ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ 2 ടയർ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തന്നെ കേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.